എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ചൈനീസ് മിനി സീരീസാണ്. നമ്മളെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഈ ഡ്രാമയുടെ വീഡിയോ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നമുക്കൊരു ഹാർട്ട് ഡിസീസോ ഹാർട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എപ്പോഴാണ് വയ്യാതാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ സിറ്റുവേഷൻ എപ്പോഴും വേഴ്സായിരിക്കും. നമ്മളെപ്പോഴും ഒരു പെയിനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സമാധാനമൊക്കെ കിട്ടും. ചില സമയങ്ങളിൽ നമ്മൾ അസുഖം തന്നെ മാറാനായിട്ട് അവരൊരു കാരണമാവും. ഹാർട്ട് ഡിസീസ് നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഡിസീസാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ തന്നെ മാറും. പിന്നെ മരുന്നും ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിത രീതി മാറും. ആ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ആശ്വാസമാവുന്നത് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. ആ ആൾ നമ്മളടുത്തുണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ വേദനകളൊക്കെ മറക്കാനായിട്ട് സഹായിക്കും. ആ ആളുടെ സ്നേഹവും കെയറും അറ്റൻഷനും ഒക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ആ അറ്റൻഷനും കെയറിങ്ങും സ്നേഹമൊക്കെ അവർ തരുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ മൈൻഡ് റിലാക്സ് ആകും. അതുപോലെ നമ്മൾ അസുഖമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡിലൊരു ശക്തി കിട്ടും. നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും. അങ്ങനെയൊക്കെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ സാമീപ്യം നമുക്ക് ഒരു എനർജി തരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഡ്രാമയിലും. ഇവൻ്റെ ഹാർട്ട് ഡിസീസിൻ്റെ പെയിന് മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം ഇവളാണ്. അവൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവന് ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ അവന് പെയിന് കൺട്രോളാക്കാൻ പറ്റും. ഇവൻ്റെ ഡെസ്റ്റിനിയിലെ പെൺകുട്ടി ഇവളാണ്. അവളുണ്ടെങ്കിൽ മാത്രമേ ഇവന് പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവന് ടാബ്ലറ്റ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവന് ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ അവൻ്റെ ഡിസീസ് ക്യൂറാവും. താങ്ക് യു.